പക്ഷേ പല ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയില്ല. കാരണം അവരിപ്പോഴും ക്യൂ എല്ലാം നിന്നിട്ടാണ് ഈ ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വിത്തിൻ സെക്കൻഡ്. നമസ്കാരം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുക. ഒന്ന്, നമുക്ക് ഓൾറെഡി റിസർവ് ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, നമുക്ക് ജനറൽ ടിക്കറ്റ് എടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു അൺറിസർവ് ടിക്കറ്റ് സിസ്റ്റം മുമ്പെല്ലാം നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തന്നെ അവിടെ ക്യൂ നിന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്കത് നമ്മുടെ മൊബൈലിൽ എടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ജനറൽ ടിക്കറ്റും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ തന്നെ എടുക്കാൻ സാധിക്കും. പക്ഷേ പല ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയില്ല. കാരണം അവരിപ്പോഴും ക്യൂ എല്ലാം നിന്നിട്ടാണ് ഈ ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സർവീസുകളെല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതൊന്ന് എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ UTS എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു ഫ്രണ്ട് സ്ക്രീനാണ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ കാണുന്ന ബുക്ക് ആൻഡ് ട്രാവൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ഉള്ള സ്റ്റേഷൻ ഏതാണെന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. രണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെയും കൂടി അടുത്താണ് നിൽക്കുന്നത്. നമുക്കൊരു 5 കിലോമീറ്റർ റേഡിയസിൽ വേണം നമ്മൾക്ക് വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ നമുക്കിത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതേപോലെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേഷൻ കാണിക്കും. ആ ഒരു സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ എത്ര ആൾ യാത്ര ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫെയർ കൊടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് 70 രൂപയാണ് എൻ്റെ ഫെയർ കാണിക്കുന്നത്. ഇത് കണ്ണൂർ ടു പട്ടാമ്പിൻ്റെ ഫെയർ ആണ് കാണിക്കുന്നത്. തൊട്ടടുത്ത് നിങ്ങൾക്കൊന്ന് കാണാം വാലറ്റ് ബാലൻസ്. അതായത് ഇതൊരു വാലറ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ മെച്ചം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഒന്ന് വാലറ്റ് വെച്ചും പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സമയം അധികം എടുക്കും. കാരണം ഈ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ടാമത് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് കൂടുതൽ സമയം എടുക്കും. ഓക്കെ, എങ്ങനെയാണെങ്കിലും രണ്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ബുക്ക് ടിക്കറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഈ ബുക്ക് ടിക്കറ്റ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നോ അത് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ നിന്നോ ഒന്നും ഈ പരിപാടി നടക്കില്ല. അതായത് കുറച്ച് ദൂരെ വിട്ട് നിൽക്കണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 8 മീറ്ററെങ്കിലും വിട്ട് നിൽക്കണം. 8 മീറ്റർ എന്ന് പറയുമെങ്കിൽ കൂടി നമ്മൾ കുറച്ചെല്ലാം വിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് ഈ ഒരു സർവീസ് നടക്കുകയുള്ളൂ. ഓക്കെ, ഇതെല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ജസ്റ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് ബുക്ക് ടിക്കറ്റ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്കായി, എൻ്റെ ടിക്കറ്റ് ബുക്കായി എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടി. കണ്ടില്ലേ, വളരെ ഈസിയാണ്. ഒരു 4-5 സെക്കൻഡ് പോലും നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോ ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വലതുഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് TTR ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് കാണിച്ചു കൊടുത്താൽ മതി. പേപ്പറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണിക്കാം. ഇനി വാലറ്റ് എന്താണെന്ന് പറയാം. ഇത് നമ്മൾ നമ്മുടെ മൊബൈൽ റീചാർജ് വയ്ക്കുന്നത് പോലെ നമ്മളൊരു കുറച്ച് എമൗണ്ട് നമ്മൾ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു 500 രൂപയ്ക്ക് ചെയ്തതിൻ്റെ ബാക്കി ബാലൻസ് ആണ് കാണിക്കുന്നത് 405 രൂപ എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ വലതുഭാഗത്ത് മുകളിൽ റീചാർജ് വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ കാര്യങ്ങളെല്ലാം കൊടുത്ത് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ റീചാർജ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെച്ചം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ബാലൻസ് കാര്യങ്ങളോ ഇതേപോലെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റ് ബുക്കിങ്ങുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റ്, സീസൺ ടിക്കറ്റ് എല്ലാം നമുക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ക്യൂ നിൽക്കാണ്ട് ചെയ്യാൻ സാധിക്കും. ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം ഇതേപോലെ അറിയാൻ സാധിക്കും. അപ്പോൾ എളുപ്പമല്ലേ, വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മറ്റു സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.